പാകിസ്ഥാൻ ഉത്തമ ബോധ്യമുണ്ട് ഈ പറയുന്ന ഇനി ഇന്ത്യയോട് മുട്ടരുതെന്നുള്ളത്. കാരണം ഈ നമുക്കറിയാം ഇന്ത്യ ബലാക്കോട്ട് അറ്റാക്ക് ചെയ്തു, നമ്മുടെ സർജിക്കൽ സ്ട്രൈക്കിൻ്റെ ഭാഗമായിട്ട്. അന്ന് നമ്മുടെ പൈലറ്റിനെ, എയർഫോഴ്സ് പൈലറ്റ് ഇവർ പിടിച്ചു വയ്ക്കുന്നു. അപ്പോൾ ഇന്ത്യ അടുത്ത നീക്കം പിടിച്ചു വെച്ച് കഴിഞ്ഞപ്പോൾ ഇന്ത്യ അടുത്ത നീക്കത്തിനുള്ള തയ്യാറെടുപ്പില്ല. അജിത് ദോവല ഇവിടെ ഉള്ളത്. അജിത് ദോവലും അമിത്ഷായും കൂടെ ചേർന്നാൽ പിന്നെ പാകിസ്ഥാന് ഒരു രക്ഷയും ഉണ്ടായില്ല എന്നുള്ളതാണ് വാസ്തവം. അന്ന് പാകിസ്ഥാനോട് ഇന്ത്യ ഒന്നും പറഞ്ഞില്ല, ചെയ്യാൻ തുടങ്ങി ചില കാര്യങ്ങൾ. അന്ന് അവരുടെ സൈനിക ഉപദേഷ്ടാവും ആർമി ചീഫും ചെന്നിട്ട് പ്രസിഡൻറ്റിനോട് ചെന്നിട്ട് പറഞ്ഞത്, ദയവ് ചെയ്ത് അദ്ദേഹത്തെ വിട്ടയക്കൂ, ഇല്ലെങ്കിൽ ഇന്ത്യ മിണ്ടാതിരിക്കില്ല. ഭയന്ന് വിറച്ചു പാകിസ്ഥാൻ. കാരണം അതാണ് ഇന്ത്യ എടുക്കുന്ന നിലപാട്. ഇനി ഒരു തരത്തിലും ഇന്ത്യയുടെ ഏതെങ്കിലും സമാധാന കാര്യത്തിന് മേൽ പാകിസ്ഥാൻ കയറിയാൽ, പാകിസ്ഥാൻ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു വിഘടനവാദ പ്രവർത്തനമോ തീവ്രവാദ പ്രവർത്തനം ഇന്ത്യയിലേക്ക് നടത്തിയാൽ പാകിസ്ഥാൻ ടച്ചിട്ട് ഇന്ത്യ രണ്ടായിട്ട് അങ്ങ് കീറും. മുംബൈ അറ്റാക്ക് നടന്നപ്പോൾ ഇന്ത്യ മിണ്ടാതിരുന്ന ഒരു രാജ്യമാണ്. അന്നത്തെ ഭരണകൂടം അല്ല ഇന്നുള്ളത്. ഇന്ന് നരേന്ദ്രമോദി ഭരിക്കുന്ന പുതിയ ഇന്ത്യയാണ്. ഇത് ഇങ്ങോട്ട് അടിക്കുന്നതിന് മുമ്പ് അവിടെ വീട്ടിൽ കയറി അടിക്കും. അതാണ് ഇന്ത്യയുടെ സ്വഭാവം ഇന്നത്തെ. ഒരിക്കലും വിട്ടുകൊടുക്കുമെന്ന് എനിക്ക് അതുകൊണ്ട് അങ്ങനെ തോന്നുന്നേയില്ല. അതാണ് ബലൂചിസ്ഥാൻ്റെ കാര്യത്തിലും ഇന്ത്യ എടുക്കുന്ന നിലപാട്.